ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഒരാൾ പോകാൻ വേണ്ടി പുറത്ത് റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കൊരു സാധനമകത്ത് വീട് എടുത്തിട്ട് വരാം. അപ്പോൾ എല്ലാവരും സന്തോഷമൊക്കെ ഇട്ടിരിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. നമ്മൾ സന്തോഷമായിട്ടൊക്കെ ഇരിക്കുകയാണ്. എന്തൊക്കെയുണ്ട് വിശേഷം പറയൂ. അപ്പോൾ ഇന്ന് ഞാൻ അമ്മയെ മാത്രമേ ഉള്ളൂ. 2 ദിവസമായിട്ട് ഞാൻ അമ്മയെ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ശ്രുതി അവിടെ പോയേക്കുള്ളൂ, അച്ഛൻ്റെ അടുത്തേക്ക് പോയേക്കുള്ളൂ. അച്ഛൻ കാലിന് വയ്യാണ്ടിരുന്നിട്ട് കമ്പനി കൊടുക്കാൻ വേണ്ടി പോയേക്കുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് അടക്കാം. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, അടിച്ചു വിളിച്ച് അടിപൊളിയായിട്ട് പോവാം. അത് രാവിലെ തന്നെ വീട് കൊണ്ടാട്ടപ്പോൾ ഉറക്കത്ത് ഇങ്ങനെ ഇരിക്കുന്നത്, ഇങ്ങനെ വീർത്തിരിക്കുന്നത് ഉറക്കത്ത് നിന്നിട്ടുള്ളൂ. ആ സംഭവം വെച്ചാൽ അവിടെ നിന്നൊരു മെയിൻ സാധനം എടുത്ത് കൊടുത്തിട്ട് പോട്ടെ. നമ്മൾ പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ അതിന് മുന്നേ സംഭവം കൊടുക്കട്ടെ. അപ്പോൾ ഓക്കെ, നമുക്ക് നേരെ തുറക്കാം. ബാ. ഹലോ ഗൈസ്, അപ്പോൾ എന്തൊക്കെ ഞങ്ങൾ മാത്രം ഉള്ളതുകൊണ്ട് ഞങ്ങൾക്കുള്ള ടിഫിൻ ബോക്സ് ആയിട്ട് ഞാൻ പോവേണ്ട. അപ്പോൾ ഒരാൾ പോകാൻ വേണ്ടി പുറത്ത് റെഡി ആയിട്ടൊക്കെ ഉണ്ട്. എന്തിനാണ് ഞങ്ങൾ രണ്ടുപേരും മാത്രം ഉള്ളതുകൊണ്ട് ഇപ്പൊ ചോറ് കൊണ്ടുവരാൻ വേണ്ടി അല്ലേ? ഇപ്പൊ ഇത്ര വലിയ പാത്രത്തിൽ ചോറ് തീരണ്ടല്ലോ എല്ലാ ദിവസവും. എന്നിട്ട് പിന്നെന്താണ്? നല്ല മഴയൊക്കെ ഇരുന്നു. അപ്പൊ രാവിലെ തന്നെ ഞങ്ങൾ കുറച്ചു നേരം സംസാരിച്ചേക്ക് ഇരുന്ന് ശ്രുതി വീട്ടിൽ നിൽക്കാൻ പോയൊക്കെയുള്ള സംസാരിച്ചേക്ക് ഇരുന്ന് നൈസായിട്ടാണ് പോവുകയാണല്ലേ. ഞങ്ങളിങ്ങനെ കുറച്ച് ആഭ്യന്തരമായ കാര്യങ്ങൾ സംസാരിച്ച് അവിടെ ഇരുന്ന് പോയി അല്ലേ? അങ്ങനെയല്ല, വീഡിയോ പുറകെ വരുന്നുണ്ട് അല്ലേ? കുറെ നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഏത് വഴിയാ പോണെന്ന്? വരാപ്പുഴ വഴിയാ? ആ തരാ. അപ്പം അമ്മ പോയി ഗൈസ്. അപ്പോൾ നമുക്കിനി വണ്ടിയൊക്കെ ഒന്ന് കഴുകണം. എന്നിട്ട് നേരെ ഒരാളുടെ അടുത്തേക്ക് പോവാം. ഓക്കെ, ഹലോ. അപ്പം രാവിലത്തെ പണികളൊക്കെ കഴിഞ്ഞത് ഞാൻ നേരെ കടയിലേക്ക് പോകണേ. നേരെ കടയിലല്ല, അതിന് മുന്നേ ഒരു സ്ഥലത്തും കൂടി പോകുന്നുണ്ട്. ഒരാളെ കാണാണ്ട് പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആളോടെ വെയിറ്റ് ചെയ്തിരിക്കണേക്കും. സംഭവം എന്ന് വെച്ചാൽ ഒരു തമാശയും കൂടി ഉണ്ട്. കഴിഞ്ഞ ദിവസമില്ല, ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാനും ശ്രുതി കൂടി ഇൻട്രോ പറഞ്ഞത്, ഇതിവിടെ നിന്നിട്ട് ഇൻട്രോ പറഞ്ഞത് മറ്റേ വാഴത്തോപ്പിൻ്റെ അടുത്തുള്ള ഇൻട്രോ ഒക്കെ പറയല്ലേ. ആ ഇൻട്രോ ഒക്കെ പറയണത് നമ്മുടെ ഇതിവിടെ നിന്നിട്ട് പറയണം. വീടിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ നമുക്കൊരു വാഴ സംഭവമുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് കൊലയൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അതന്ന് പറഞ്ഞ് പിറ്റോസ് രാവിലെ ഞാൻ വെട്ടാൻ ചെന്നപ്പില്ലേ, കൊലയുമില്ല ഒന്നുമില്ല. അവിടെ കൊലക്കാരണ്ട് വെട്ടിക്കൊണ്ടുപോയി. ആകെ 5 വാഴയുള്ളൂ. ഒരു പ്രാവശ്യം കൊല ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ രണ്ടാമത് ഉണ്ടായിരുന്നപ്പോൾ ആ വീഡിയോയിൽ കാണിച്ചു തന്നെ. ഇവിടെ ഞങ്ങൾ ഇൻട്രോ ഒക്കെ പറഞ്ഞു, ഞാൻ അവളെ കൂടി ഇങ്ങനെ നടക്കാൻ ഇറങ്ങിയെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ സംഭവം എന്ന് വെച്ച് ഇത് കണ്ട, ഇത് നോക്കി, ഇവിടെ കൊല ഉണ്ടായതാണ്. കൊലയൊന്നും ഇല്ല. ഇപ്പം കൊല കറക്റ്റായിട്ട് വെട്ടിക്കൊണ്ടുപോയിരുന്നത്. അതവിടെ ഉണ്ടായിരുന്നു പോലും അറിയിക്കാണ്ട് വെട്ടിക്കൊണ്ടുപോയി. പിന്നെ ഇതിങ്ങനെ വെട്ടിയിട്ടുണ്ട് കണ്ട. ഒറ്റ വെട്ടിനി ആൾക്ക് കിട്ടിയാണ് സാധനം. എന്താ പറയുക, ഒരു കൊലക്ക് പോലും സമാധാനപരമായിട്ട് വളരാൻ പറ്റാത്തൊരവസ്ഥയായി. ആരാണെന്നാവും. ഞാൻ പിറ്റേ കത്തിയൊക്കെ വെട്ടാൻ ചെന്ന് ഇതാണ് അവസ്ഥ. എന്താ പറയുക, ഇപ്പം പഴുത്ത് തിന്നിട്ടുണ്ടാവും. കഴിക്കട്ടെ, കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെയൊക്കെ എൻ്റെ കാര്യങ്ങൾ. അപ്പോൾ പിന്നെ എന്തൊക്കെയാണ് എൻ്റെ വിശേഷം? ബാക്കി വിശേഷങ്ങൾ നമുക്ക് പോണ വഴിക്ക് നമുക്ക് കാണാം. നമുക്ക് പോയാലോ? ഹലോ. അപ്പം നേരെ നമ്മുടെ വാഴക്കൊലക്കേസൊക്കെ കണ്ടി ഞാൻ നേരെ ഇങ്ങോട്ടേക്ക് പോകും. കൊലക്കേസൊക്കെ കണ്ടി ഇങ്ങോട്ട് പോകുന്നു അല്ലേ? എന്താണല്ലേ, എന്താ പറയാ, ഞങ്ങൾ രണ്ടുപേരും ഇന്റർവ്യൂ എടുത്ത സ്ഥലമായിരുന്നു. പിന്നെ പിറ്റേ 2 ദിവസത്തിനുള്ളിൽ എന്തായാലും നടന്നിട്ടുണ്ടത്. 2 ദിവസമല്ല, അന്ന് രാത്രി നടന്നേക്കണത്. അതെ. അപ്പോൾ വീണ്ടും മുകളിൽ കയറിക്കണ്ടാവും. സംബന്ധിച്ച് ഒരു പ്രൊമോഷണൽ വീഡിയോ എടുക്കണ്ട. അപ്പോൾ അതിന് വീണ്ടും മുകളിൽ കയറിയിരിക്കണം. അപ്പോൾ നൈസായിട്ട് ചെറുതായിട്ടൊന്ന് മേക്കപ്പ് ഒക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങോട്ട് കയറിയിരിക്കുന്നു. താഴെ അച്ഛനൊക്കെ സംസാരിച്ചൊക്കെ ഇരിക്കുന്നു. കുറച്ച് നേരം അവിടെ ഇങ്ങനെ പോകുന്നു. പിന്നെ ഇവിടുത്തെ ഒരു തമാശയും കുറച്ച് കാര്യങ്ങളൊക്കെ ഇന്നലെ നടന്നല്ലേ? അതെ. അപ്പം അതിൻ്റെ വിശേഷമൊക്കെ അച്ഛൻ കണ്ണനോട് പറയണിരുന്നു. അപ്പം അങ്ങനെയൊക്കെ ഓരോന്ന്. അച്ഛനിങ്ങനെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത കാരണം ഇവിടെയും ഇപ്പൊ ആൾക്കാരൊക്കെ ഉണ്ടാവട്ടെ, ആരെങ്കിലും ഒക്കെ ആയിട്ട് വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്ക് അച്ഛനെ കാണാൻ, ഒന്നില്ലെങ്കിൽ സുധനെ കാണാൻ ആരെങ്കിലും ഉണ്ടാവും. ഫുൾ എൻഗേജ്ഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു ബുദ്ധിമുട്ട് അറിയാണ്ട് പോണല്ലേ, ഒറ്റയ്ക്ക് ഇരിക്കാൻ ഒരു ബുദ്ധിമുട്ട് അറിയാണ്ട് പോകും. ഇപ്പൊ ഇലക്ഷനൊക്കെ ഏതാനും ഇലക്ഷൻ വർക്കിന് ഇറങ്ങണവരും അങ്ങനെ ഇങ്ങനെയൊക്കെ ഇടക്കിടക്ക് അച്ഛൻ്റെ അടുത്തോട്ട് വന്ന കാരണം ഒരു ഇതായിട്ടിരിക്കണം. പിന്നെ ഇടക്കിടക്ക് ഒരു വിഷമമൊക്കെ വരും കേട്ടോ ഇങ്ങനെ ഇരിക്കുമ്പോ. അങ്ങനെ ഇത് വീടിന്റെ ഇവിടെ കയറിയിരിക്കണേ. പണ്ടത്തെ മാതിരില്ലല്ലോ. പണ്ട് ഞാൻ ഇവിടെ ഇരിക്കുമ്പോഴേ. അങ്ങനെ അതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. അതെ, ഇനി തുടർന്നുള്ള വിശേഷങ്ങൾ. ഇപ്പൊ കുറച്ച് വീഡിയോ എടുക്കാൻ സെറ്റപ്പ് ഒക്കെ ഉണ്ട്. വീഡിയോ എടുത്തതിന് ശേഷം എടുക്കാൻ നേരത്തെ എന്റെ ഇടയിൽ ചില ഭാഗങ്ങൾ കാണിച്ചു തരാട്ടാ.
ഔട്ട്ഫിറ്റ്. ഞാൻ കുറെ നാളുകളായിട്ട് ട്രൈ ചെയ്യാത്തൊരു ഔട്ട്ഫിറ്റ് ട്രൈ ചെയ്യാൻ പോയാണ്. അതെ 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 അതെ, അത് റൂമിന്റെ ഉള്ളിൽ മാത്രമുള്ള ഔട്ട്ഫിറ്റ്. പുറത്തേക്ക് ഇറങ്ങാനുള്ളൊരു ധൈര്യം എനിക്കില്ലാതിട്ടിട്ട്. അപ്പൊ നമുക്ക് എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണ് നോക്കിയിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങളിലേക്ക് കടക്കാം. നമ്മൾ ബാക്കി പേരോട് നോക്കട്ടെ അല്ലേ? ഓക്കെ. അതെ, നേരം കടന്നല്ലേ റൂമിലേക്കാണ് കയറുന്നത്. കുഴപ്പമില്ല, ഈ പൂ വരച്ചേക്കണതില്ലേ ശ്രുതിയാണ്. കല്യാണത്തിന്റെ അന്ന് ശ്രുതി വരച്ച കല്യാണത്തിന്റെ ടൈമില് പെയിന്റ് അടിക്കുന്ന സമയത്ത് വരച്ചത് ഞാനൊന്നും പറയാൻ പറ്റൂലട്ടാ. പെയിന്റ് അടിച്ചത് ഞാനാണ്. അപ്പൊ നോക്കിയ ശ്രുതി ഫുൾ ക്രെഡിറ്റ് ശ്രുതി ഏറ്റെടുത്തെങ്കിലും പക്ഷെ സത്യാവസ്ഥ ഇവിടെ വന്നപ്പോഴാണ് പറഞ്ഞത് വരച്ചു കൊടുത്തത് പെയിന്റ് അടിച്ചത് 2-3 അടിച്ചിട്ടുള്ളൂ. 2-3 മണവാട്ടി ഇരുന്നിട്ട് പെയിന്റ് അടിച്ച്. എനിക്ക് ഇഷ്ടമാണ് പെയിന്റ് അടിക്കാൻ. അപ്പൊ കടക്കട ചെന്നാലും പെയിന്റ് കാണുമ്പോ ഞാൻ അവിടെ അടിക്കാറുണ്ടല്ലോ. കഴിഞ്ഞ ദിവസം വെള്ള പെയിന്റ് വെച്ചിട്ട് തന്നില്ല എന്നെ കണ്ണനെ. എന്റെ നന്നായിട്ട് പെയിന്റ് അടിക്കാൻ എനിക്കറിയാം. സംബന്ധിച്ചാല് എന്റെ കല്യാണത്തിന്റെ ഫേവറേറ്റ് ഫോട്ടോയിൽ ഒരു ഫോട്ടോ ഉണ്ട്. ഹൽദി ലുക്കിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ഫോട്ടോ വന്നത്. പക്ഷെ ഈ ഫോട്ടോ ഇല്ലേ, ഇതൊന്നും മര്യാദ തൂക്കിയിട്ടില്ല. അതെ, താഴത്തേക്ക് മറ്റേ ഇതടിച്ചിട്ട് തൂക്കി. ഇവിടത്തെ ഞാൻ എന്ത് ഒരു ആവശ്യത്തിന് വേണ്ടിട്ട് ഫോട്ടോ കിട്ടിക്കഴിഞ്ഞപ്പോ ഇതെല്ലാം കൂടെ കൊണ്ടുവന്ന് ഇങ്ങനെ വെച്ച് അന്ന് മുതൽ ഇങ്ങനെ ഇരിക്കുന്നു. പക്ഷെ നല്ല നല്ല ഭംഗിയില്ലേ പിങ്ക് ഫ്ലവറിൽ നിങ്ങളുടെ ഫോട്ടോ കാണാൻ. അതെ അതെ, നിങ്ങൾ കമന്റ് അടിക്കേണ്ടതാണ്. ഇതും എങ്ങനെയുണ്ട്, ഇതൊക്കെ എങ്ങനെയുണ്ടെന്ന് കമന്റ് അടിക്കേണ്ടതാണ്. ഇതിപ്പോ ഞാൻ റെഡി ആവാൻ വേണ്ടി എല്ലാം കൊണ്ടുവന്നിട്ടേക്കണതാണ്. അതെ, അപ്പൊ നമുക്ക് ബാക്കി വീട്ടിലേക്ക് കിടക്കാം. ഓ ഗായ്സ് നോക്കി, ഇതാണ് നമ്മുടെ. അങ്ങനെ ഞാൻ റെഡിയായി. ഇതേ വാടിയും കഴിഞ്ഞു ഷൂട്ട്. വീഡിയോ എടുത്ത് ഞാൻ തീർന്നു. അതെ, വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞപ്പോ ആള് വരുപോയി. ഇപ്പൊ ഗുളിക ഇന്നലെ ഒരെണ്ണം കഴിച്ചിട്ടുണ്ട്. അതിന്റെ ഗ്യാസ് വന്നതാണ് പ്രശ്നം. മോർക്ക് ഇങ്ങനെയാവും, മനസ്സിലായ? ഗ്യാസ് വരുമ്പോ മോറ് മാറേണ്ട സീനൊക്കെ ഇങ്ങനെയാണ്. അപ്പൊ സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ പ്രതീക്ഷിക്കുന്നു. അപ്പൊ ചെറുതായിട്ടൊന്ന് മേക്കപ്പ് ഇട്ടതാണ്. മേക്കപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു വീഡിയോക്ക് വേണ്ടി മാത്രമാണ്. ഇത് ഞാൻ നേരത്തെ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റുകൾ തന്നെയാണ്. നമ്മൾ നേരത്തെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഒരുപാട് ഇപ്പൊ ഒന്നും അങ്ങനെ യൂസ് ചെയ്യാനില്ല. യൂസ് ചെയ്യാൻ വേണ്ടിട്ട് പുറത്ത് പോണില്ലല്ലോ. നമ്മൾക്ക് പറ്റുന്ന പ്രൊഡക്ട്സ് ഒക്കെ യൂസ് ചെയ്യണുള്ളൂ. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. അപ്പൊ നമുക്കിനി ഏത് സമയവും ഡോക്ടർമാർ വിളിച്ചാൽ പോകേണ്ടതാണ് അല്ലേ? നമുക്ക് ബാക്കി കുറച്ചുകൂടി ഉണ്ടല്ലോ. 9-ാം തീയതിയാണ് ഡേറ്റ് തന്നേക്കണം. ചിലപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട് നേരത്തെ വിളിക്കാം, സ്ലോട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ വിളിക്കാം, എപ്പോഴെങ്കിലും റെഡി ആയിട്ടിരുന്നോ വരൂല എന്നൊക്കെ ചോദിച്ചാൽ ഞാൻ എപ്പോഴാണ് വിളിച്ചു, ഞങ്ങൾ സെറ്റാണ്, ഞങ്ങൾ അപ്പം എത്തിക്കോളാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുഴപ്പമില്ലാന്ന് പറഞ്ഞ അങ്ങനെ 2 ദിവസം നേരത്തെ വിളിക്കണോന്നൊക്കെ അവർ ചോദിച്ചു. കുഴപ്പമില്ല, നമ്മളെപ്പോ വേണമെങ്കിലും വരാൻ റെഡിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്, വിശേഷങ്ങള്. അതെ, അപ്പൊ എന്ന് വെച്ചാൽ എല്ലാവരും പ്രാർത്ഥിക്കാം. എപ്പോഴും പറയണ പോലെ തന്നെ എല്ലാവരും പ്രാർത്ഥിക്കുക. എല്ലാവരും പ്രാർത്ഥന ഉണ്ടെന്ന് അറിയാം. എന്നാലും നമ്മളെപ്പോഴും ഇങ്ങനെ നമുക്കൊരു ആശ്വാസം ഇങ്ങനെ പറയും അല്ലേ? അതെ, ഒരു സമാധാനമാണ് ഇങ്ങനെ പറഞ്ഞല്ല എന്നുള്ളൊരിത്. എല്ലാരും നന്നായിട്ട് നമുക്ക് പ്രാർത്ഥനയും മെസ്സേജും കാര്യങ്ങളും എല്ലാം നമുക്ക് വരുന്നുണ്ട്. കമന്റ് ആണെങ്കിലും ഒക്കെ വരുന്നുണ്ട്. എന്റെ പൊന്നു, ഒരു സ്ഥലത്ത് ഓട്ടോറിക്ഷ, ഒരു സ്ഥലത്ത് കാറ്, ഇപ്പതേ മോളിൽ കൂടെ പ്ലെയിനൊക്കെ പോണ്. ഇങ്ങൂലാത്ത ഒച്ചപ്പാട് വന്നേക്കണ്. അപ്പൊ എന്ന് വെച്ചാൽ എല്ലാരും പ്രാർത്ഥിക്കാം, അത്രയും പറയാനുള്ളൂ അല്ലേ? വഴിയിൽ ഇച്ചിരി തിരക്കുള്ള വഴിയാണ്. ഇതിൽ കൂടെ പോയി കഴിഞ്ഞാൽ പറവൂരേക്ക് പോകാനും മെയിൻ റോഡും ഒക്കെയാണ്. നമ്മള് വീഡിയോ എടുത്തപ്പോ കറക്റ്റ് ആയിട്ട് എല്ലാം കൂടെ കിട്ടി. അതെ, അപ്പോ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. അപ്പൊ നേരെ നമുക്ക് അടിയിലേക്ക് പോകാം അല്ലേ? അടിയിലേക്ക് പോയിട്ട് അച്ഛനൊന്നും കണ്ടിട്ടില്ലായിരുന്നു. നമുക്ക് നേരെ പോയിട്ട് അച്ഛനെ കണ്ടിട്ട് വരാം. ഓക്കെ, വീഡിയോ എടുക്കുന്ന കുറച്ചേരം വീഡിയോ എടുക്കാൻ മേളിൽ കയറിയിട്ട് ഇനിയിപ്പോ ആവശ്യമായിട്ടുണ്ട്. ചാർജൊക്കെ തീർന്നിട്ടുണ്ട്. ചാർജ് ഇനി കുറച്ചു നേരം ഫുഡൊക്കെ കഴിച്ചാലേ ഓൺ ആവുള്ളൂ അല്ലേ? നമുക്ക് താഴെ പോയാലോ? താഴെ പോവാ. അപ്പൊ അതെ, താഴേക്ക് ഇറങ്ങി നേരെ വന്നത് അടുക്കളയിലേക്ക് വന്നപ്പോ ഇവിടെ വേറെ ഒരാൾ അടിക്കണ്ട്. അവിയില, ദൈവമേ, ഞാൻ ആ പച്ചക്കറി വിരോധിയാണ്, ഇടക്കിടക്ക് കഴിക്കുള്ളൂ തോന്നിയാൽ മാത്രം. അവിയല് കൂട്ടിയിട്ടുണ്ടെങ്കിൽ എല്ലാം കൂടെ ആയില്ല, എല്ലാ പച്ചക്കറിയും കഴിക്കണതിന് തുല്യമായി അവിയല് കഴിച്ചോന്ന്. ഞാൻ കഴിച്ചില്ല. അവിയലിന്റെ രസം ശ്രദ്ധിക്കുന്ന സ്പെഷ്യൽ അവിയൽ രസമാണ് അല്ലേ? രസം ഇപ്പൊ മുട്ട വറുത്തതും മീൻ വറുത്തതിന്റെ അങ്ങനെ അങ്ങനെയൊക്കെ കുറച്ച് കറികളുണ്ട്. അപ്പൊ അതാണ് അടുക്കളയിലെ വിശേഷങ്ങൾ. അത് ഷൂട്ട് കഴിഞ്ഞ നേരം അടുക്കളയിലേക്ക് കയറി. ഡെഡിക്കേഷൻ വേണ്ടി പീക്ക് ലെവൽ. ഞാൻ വന്നപ്പോഴേക്കും അമ്മയുടെ അമ്മയുടെ പണികൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. മുട്ടായിക്കൊണ്ടിരിക്കാൻ അവിടെ അതിന്റെ കഴിച്ചു, കുറച്ച് കഴിച്ചു. അപ്പൊ അതെ, ഇങ്ങനെ നടന്നോണ്ടിരിക്കേണ്ട പരിപാടികൾ കടന്നോണ്ടിരിക്കണം. പിന്നെ കഴിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ജോലിക്ക് പോകും. ബാക്കി വിശേഷങ്ങൾ ശ്രുതി പറഞ്ഞിട്ട് വീഡിയോ തീർത്തോളും. ഓക്കെ.